ഓക്കെ, വെൽക്കം ടു ഓൾ. അപ്പൊ മക്കളെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിസിക്സ് ആണ്. അഗ്നിമിർജീറ്റിന്റെ ഫിസിക്സിന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾക്ക് 9 ചാപ്റ്റർ വരുന്നത്, അതിലെ ഫസ്റ്റ് ചാപ്റ്ററുള്ള മെക്കാനിക്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫിസിക്സ് നിങ്ങൾ കൺസെപ്റ്റ് വളരെ ക്ലിയർ ആയാൽ മാത്രമേ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മാത്സ് പോലെ അതിലെ ഇക്വേഷൻസ് മാത്രം പഠിച്ചാൽ പോരാ, ഇതിൽ അതിലെ കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കും. അതുപോലെ അതിൽ വരുന്ന ഇക്വേഷൻസ് പഠിച്ചാൽ മാത്രമേ ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അങ്ങനെയാണ് നമുക്ക് മെക്കാനിക്സിന്റെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഓക്കെ, സോ എന്താണ് മെക്കാനിക്സ് എന്നുള്ളത്? മെക്കാനിക്സ് എന്നുള്ളത് ഒരു ഫിസിക്സിന്റെ ഒരു ബ്രാഞ്ച് ആണ്, ഡീലിംഗ് വിത്ത് ദ സ്റ്റഡി ഓഫ് ദ മോഷൻസ്. ഒരു ഒബ്ജക്റ്റിന്റെ മോഷൻസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ഫിസിക്സിലെ ശാഖയാണ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താ? സോ ഫിസിക്സിലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു സ്പേസ്, ഒരു സെർട്ടൻ സ്പേസ് ഓക്യുപൈ ചെയ്യുന്ന ഒരു വസ്തു, അല്ലെങ്കിൽ ആ വസ്തുവിന് മാസ് ഉണ്ടായിരിക്കും. അതായത് ഈ ഒരു പെന്നിന് മാസ് ഉണ്ട്, അതുപോലെ ഈ ഒരു പെണ്ണ് ഓക്യുപൈ ചെയ്യേണ്ട ഒരു സ്പേസ് എടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വസ്തുക്കൾ നമ്മൾ പറയുന്ന പേരാണ് ഒബ്ജക്റ്റുകൾ എന്നുള്ളത്. ഫിസിക്സിൽ ഞാനൊരു ഒബ്ജക്റ്റ് ആണ്, ഈ ഒരു പെന്നൊരു ഒബ്ജക്റ്റ് ആണ്, ഈ ഒരു ക്യൂബ് ഒരു ഒബ്ജക്റ്റ് ആണ്. അങ്ങനെ എല്ലാം ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു ഒബ്ജക്റ്റിന്റെ മോഷനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാഖയാണ് മെക്കാനിക്സ് എന്നുള്ളത്. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ഒബ്ജക്റ്റിന് 2 ടൈപ്പ് ഓഫ് സ്റ്റേറ്റ് പോസിബിൾ ആണ്. അതായത് റെസ്റ്റ് എന്നുള്ളൊരു സ്റ്റേറ്റ് പോസിബിൾ ആണ്, അതുപോലെ മോഷൻ എന്നുള്ളൊരു സ്റ്റേറ്റ് പോസിബിൾ ആണ്. സോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിന്റെ സ്റ്റേറ്റ് റെസ്റ്റ് ഉണ്ട്, അതുപോലെ മോഷൻ ഉണ്ട്. സോ റെസ്റ്റ് എന്ന് പറയുന്നത് ഇഫ് ആൻ ഒബ്ജക്ട് ഡസ് നോട്ട് ചേഞ്ച് ഇറ്റ്സ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ദെൻ ഇറ്റ്സ് സെഡ് ടു ബി റെസ്റ്റ്. അതായത് എന്റെ കയ്യിൽ ഇപ്പോൾ ഒരു പെൻ ഇരിക്കുന്നുണ്ട്. സോ പെന്നിന്റെ പൊസിഷൻ ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല വിത്ത് റെസ്പെക്ട് ടു ടൈം. ടൈം മാറുന്നതിനനുസരിച്ച് 1-2 സെക്കൻഡ് ടൈം മാറുന്നതിനനുസരിച്ച് പെന്നിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ അതിന് ആ ഒരു ഒബ്ജക്റ്റിന്റെ പറയുന്ന പേരാണ് ഒബ്ജക്റ്റിന്റെ സ്റ്റേറ്റിന് പറയുന്ന പേരാണ് ഇൻ റെസ്റ്റിലാണെന്ന്. സോ ഇനി ആ ഒരു ടൈം അനുസരിച്ച്, ടൈം മാറുന്നതിനനുസരിച്ച് ഒബ്ജക്റ്റിന്റെ പൊസിഷൻ മാറുന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് എന്താണെന്ന് പറയും? ഇൻ മോഷനിലാണെന്ന് പറയും. കാര്യം പിടികിട്ടിയോ? അതായത് ഇഫ് ആൻ ഒബ്ജക്ട് ചേഞ്ച് ഇറ്റ്സ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണെങ്കിൽ ദെൻ ഇറ്റ്സ് സെഡ് ടു ബി ഇൻ മോഷൻ എന്ന് പറയും. സോ ഒരു ഒബ്ജക്റ്റിന് 2 ടൈപ്പ് ഓഫ് മോഷൻ, 2 ടൈപ്പ് ഓഫ് സ്റ്റേറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് പ്രധാനമായിട്ട് 2 സ്റ്റേറ്റ് ഉണ്ട്. അതായത് റെസ്റ്റും ഉണ്ട്, അതുപോലെ മോഷനും ഉണ്ട്. കാര്യം പിടികിട്ടില്ല മക്കളെ? ഓക്കെ, സോ ഓക്കെ, അടുത്തായിട്ട് വരുന്നത് ഓക്കെ, ഇനി നമുക്ക് മോഷൻ തന്നെ 3 ടൈപ്പ് ഓഫ് മോഷൻ വരുന്നുണ്ട്. 1 ഡയമെൻഷണൽ മോഷൻ വരുന്നുണ്ട്, 2 ഡയമെൻഷണൽ മോഷൻ വരുന്നുണ്ട്, അതുപോലെ 3 ഡയമെൻഷണൽ മോഷൻ വരുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ആദ്യം 1 ഡയമെൻഷണൽ മോഷൻ എന്താണെന്ന് കാര്യം മനസ്സിലാക്കാം. സോ എ ഒബ്ജക്റ്റ് ഈസ് സെഡ് ടു ബി ഇൻ 1 ഡയമെൻഷണൽ മോഷൻ വെൻ ദ മോഷൻ ഈസ് ലീനിയർ അലോങ് എ ലൈൻ. ഒന്ന് മനസ്സിലായില്ലോ? പറഞ്ഞുതരാം. ഓക്കെ, ഒരു ബസ് നിങ്ങൾ കൺസിഡർ ചെയ്യുക, ബസ് അല്ലെങ്കിൽ കാറോ വണ്ടിയോ ഏതെങ്കിലും ഒരു വണ്ടി നിങ്ങൾ കൺസിഡർ ചെയ്യുക. ആ ഒരു വണ്ടി ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിലൂടെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം വളവും തിരിവൊന്നുമില്ല, വെറും സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ്. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു വണ്ടിയുടെ, ബസ്സോ കാറോ ബൈക്കോ എന്തോ ഇവിടെ ആ വണ്ടിയുടെ മോഷൻ നമ്മൾ പറയുന്ന പേരാണ്, വണ്ടിക്ക് ഒരു മോഷൻ ഉണ്ട്, ആ മോഷൻ നമ്മൾ പറയുന്ന പേരാണ് 1 ഡയമെൻഷണൽ മോഷൻ. ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഒരു സ്ട്രെയിറ്റ് റോഡാണ്, അവിടെ വളവും തിരിവുകളൊന്നുമില്ല, ഒരു സ്ട്രെയിറ്റ് റോഡ് നമ്മൾ പറയുന്ന പേരാണ് 1 ഡയമെൻഷണൽ മോഷൻ. ഒബ്ജക്ട് സെഡ് ടു ബി 1 ഡയമെൻഷണൽ മോഷൻ വെൻ ദ മോഷൻ ഈസ് ലീനിയർ അലോങ് എ ലൈൻ. ലൈൻ പോലെ ആയിരിക്കും ആ ഒരു മോഷൻ അവിടെ നടക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലടാ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2 ഡയമെൻഷണൽ മോഷൻ എന്താണെന്ന കാര്യം നോക്കാം. സോ 2 ഡയമെൻഷൻ 2D മോഷൻ എന്ന് പറയും. 2D മോഷൻ ഈസ് എ സ്റ്റഡി ഓഫ് മോഷൻ വെയർ ദ പൊസിഷൻ നീഡ്സ് ടു ബി സ്പെസിഫൈഡ് ബൈ two independent parameters. In this motion only two of three position coordinates changes with time. എന്താണെന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങളൊരു ഫുട്ബോൾ ഗ്രൗണ്ട് കൺസിഡർ ചെയ്തോ. ഫുട്ബോൾ ഗ്രൗണ്ട് നമുക്ക് ഇവിടെ ഒരു ഗോൾ പോസ്റ്റ് ഉണ്ടായിരിക്കും, ഇവിടെ ഒരു ഗോൾ പോസ്റ്റ് ഉണ്ടായിരിക്കും, 2 വലിയ ലെങ്ത് ഉണ്ടായിരിക്കും, അതുപോലെ 2 ചെറിയ ലെങ്ത് ഉണ്ടായിരിക്കും. സോ നിങ്ങളൊരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ ബോൾ ഏതെങ്കിലും ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആൾ നിങ്ങൾ കൺസിഡർ ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ബോളിന്റെ പൊസിഷൻ എങ്ങനെയാണ് പറയാം? ഈ ഒരു ലൈനിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്, അതുപോലെ ഈ ഒരു ലൈനിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്, അല്ലേ? അങ്ങനെ ആയിരിക്കും നമ്മൾ ആ ഒരു ബോള് ഗ്രൗണ്ടിലായിരിക്കണം കേട്ടോ, എയറിലായിരിക്കുന്നത്. ഗ്രൗണ്ടിലാണെങ്കിൽ നമുക്ക് ആ ഒരു വലിയ ലൈനിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസിലും, അതുപോലെ ചെറിയ വീതിയിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസിലാണെന്ന് നമ്മൾ പറയാം, അല്ലെ? അങ്ങനെയല്ല നമ്മൾ പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു ഫുട്ബോളിന്റെ പൊസിഷൻ നമ്മൾ പറയുന്ന പേരാണ്, മോഷൻ നമ്മൾ പറയുന്ന പേരാണ് 2 ഡയമെൻഷണൽ മോഷൻ എന്നുള്ള. കാരണം ആ ഒരു പ്ലെയിനിൽ മാത്രമേ ഇപ്പോൾ ആ ഫുട്ബോൾ മൂവ് ചെയ്യുന്നുള്ളൂ, മുകളിലോട്ട് മൂവ് ചെയ്യുന്നില്ല. അത് കൺസിഡർ ചെയ്യരുത്. ഫുട്ബോൾ ആ ഒരു ഗ്രൗണ്ടിൽ മാത്രമേ ഇപ്പൊ മൂവ് ചെയ്യുന്നുള്ളൂ. സോ അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഫുട്ബോളിൽ നമ്മൾ പറയുന്ന മോഷനാണ് 2 ഡയമെൻഷണൽ മോഷൻ ഉള്ളത്. സോ 2 ഡയമെൻഷണൽ മോഷൻ, 2D മോഷൻ ഈസ് എ സ്റ്റഡി ഓഫ് മോഷൻ വെയർ ദ പൊസിഷൻ നീഡ്സ് ടു ബി specified by 2 independent parameters. സോ ഇൻഡിപെൻഡന്റ് പാരാമീറ്റേഴ്സ് ഇവിടെ എന്തായിരിക്കുന്നത്? ചെറിയ ലൈനിന് ഡിസ്റ്റൻസ് ആണ് ഒന്നാമത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത്, വലിയ ലൈനിന് ഡിസ്റ്റൻസ് ആണ് രണ്ടാമത്തെ പാരാമീറ്റർ, എക്സും വൈയും. സോ 2 ഇൻഡിപെൻഡന്റ് പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ 2 ഡയമെൻഷണൽ മോഷൻ പോസിബിൾ ആവുള്ളൂ, അല്ലേ? സോ അടുത്തായിട്ട് എന്താ പറയുന്നത്? ഇൻ ദിസ് മോഷൻ ഓൺലി 2 of 3 പൊസിഷൻ കോർഡിനേറ്റ്സ് ചേഞ്ചസ് വിത്ത് ടൈം. സോ ഓക്കെ, അതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് നോർമലി എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ 3 കോർഡിനേറ്റ്സ് ആണ് ഉള്ളത്, അല്ലേ? സോ എക്സ്, ഇത് എക്സ് അല്ല, ഇത് എക്സ്, ഇത് വൈ, അതുപോലെ നമുക്ക്
സെഡ് വരുന്നത്. സെഡ് മുകളിലേക്കാണ് അല്ലെങ്കിൽ സൈഡിലേക്കാണ് നിങ്ങൾ കൂടിക്കോളും. ഓക്കെ, സോ ഇതിൽ ഏതെങ്കിലും രണ്ട് പൊസിഷൻ കോർഡിനേറ്റ്സിൽ ആയിരിക്കണം നമ്മുടെ ഒബ്ജക്റ്റ് ഉണ്ടാവേണ്ടത്. അതിലൂടെ ആയിരിക്കണം മൂവ് ചെയ്യണം. ഒന്നെങ്കിൽ എക്സ് സെഡ് ആയിരിക്കും, ഇങ്ങനെ മൂവ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ എക്സ് വൈ ആയിരിക്കും, അല്ലെങ്കിൽ സെഡ് വൈ ആയിരിക്കും. ഈ രണ്ട് പൊസിഷൻ കോർഡിനേറ്റ്സ്, 3 പൊസിഷൻ കോർഡിനേറ്റ്സിൽ ഈ രണ്ട് പൊസിഷൻ കോർഡിനേറ്റ്സ് ഏതിലെങ്കിലും ആയിരിക്കണം ഈ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്ന പേരാണ് 2 ഡയമെൻഷണൽ മോഷൻ. ആ കാര്യം പിടികിട്ടില്ലേ? അതായത് ഇൻ ദിസ് മോഷൻ ഓൺലി 2 of 3 പൊസിഷൻ കോർഡിനേറ്റ്സ് ചേഞ്ചസ് വിത്ത് ടൈം. ഓക്കെ, മനസ്സിലായില്ലടാ? ഓക്കെ, അടുത്തായിട്ട് വരുന്നതാണ് 3 ഡയമെൻഷണൽ മോഷൻ. നിങ്ങൾ 1 ഡയമെൻഷണൽ മോഷൻ, 2 ഡയമെൻഷണൽ മോഷൻ മനസ്സിലായിട്ടുണ്ടെങ്കിൽ 3 ഡയമെൻഷണൽ മോഷൻ ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. കാരണം ഇപ്പൊ നിങ്ങൾ കാണുന്ന എല്ലാ ഒബ്ജക്റ്റുകളും, ഈ പെന്നടക്കം എല്ലാ ഒബ്ജക്റ്റുകളും 3 ഡയമെൻഷണൽ മോഷൻ ആണ് നിങ്ങൾ കാണുന്നത്. കാരണം നിങ്ങളൊരു റൂമിന്റെ ഒരു മൂല എടുക്കുക, മൂലയിൽ നിങ്ങൾ കാണുന്നത് 3 ലൈൻ ഒരുമിച്ച് കൂടി ചേരുന്നല്ലേ. സോ ഒരു ലൈൻ നമുക്ക് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം, ഒരു ലൈൻ വൈ ആയിട്ട് കൺസിഡർ ചെയ്യാം, ഒരു ലൈൻ നമുക്ക് എക്സ് സെഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ റൂമിൽ നിൽക്കുന്ന എല്ലാ ഒബ്ജക്റ്റുകളും എന്താണ്? 3 ഡയമെൻഷണൽ മോഷനിലാണ് മൂവ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ റിയൽ ലൈഫിൽ കാണുന്ന മിക്ക ഒബ്ജക്റ്റുകളും, മിക്ക എല്ലാ സാധനങ്ങളും 3 ഡയമെൻഷണൽ മോഷനിലായിരിക്കും. ഓക്കെ, നിങ്ങളിപ്പോ ഒരു ചോദ്യം കൂടി ചോദിക്കാം. നിങ്ങളൊരു ടാബിൽ അല്ലെങ്കിൽ ഒരു ഫോണിൽ കാണുന്ന വസ്തുക്കൾ എന്തായിരിക്കും? അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുന്നത്, അതെല്ലാം എന്ത് ടൈപ്പ് ഓഫ് മോഷൻ ആണ്? 2 ഡയമെൻഷണൽ മോഷൻ ആണോ 3 ഡയമെൻഷണൽ മോഷൻ ആണോ? അതെ, 2 ഡയമെൻഷണൽ മോഷൻ ആണ് വരുന്നത്. കാരണം അവിടെ 3D ആയിട്ടല്ല നമ്മൾ 2D ആയിട്ടല്ലേ കാണുന്നത്. സോ ദാറ്റ്സ് എ 2 ഡയമെൻഷണൽ മോഷൻ ആണ് വരുന്നത്. ഓക്കെ, മനസ്സിലായില്ലടാ? ഓക്കെ, ഇന്ന് നമുക്കിനി കുറച്ചൊരു കൺസെപ്റ്റ് കൂടി മനസ്സിലാക്കാണ്ട്. ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, സ്പീഡ്, ആക്സിലറേഷൻ, ഡിസ്പ്ലേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് കൺസെപ്റ്റ് കൂടി മനസ്സിലാക്കാണ്ടോ. അതും കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൽ വരാൻ പോകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. സോ ഓക്കെ, ദ ഡിസ്റ്റൻസ് എന്നുള്ള കാര്യം നോക്കാം. ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ പാത്ത് കവർഡ് ബൈ എ മൂവിംഗ് ഒബ്ജക്റ്റ് ഈസ് കോൾഡ് ഡിസ്റ്റൻസ്. ഓക്കെ, ഞാൻ ആ കാര്യം ക്ലിയർ ആക്കി തരാം. സോ ഓക്കെ, ഞാൻ എൻ്റെ റൂമിൽ നിന്ന് ഓഫീസിലേക്ക് വരികയാണ്. അപ്പൊ ഞാൻ ആദ്യം ഇങ്ങോട്ട് മൂവ് ചെയ്തു, റോഡിലൂടെ വരികയാണ്. പിന്നെ ഒരു വളവുണ്ടായിരുന്നു, പിന്നെ മൂവ് ചെയ്തു, പിന്നെ ഒരു വളവുണ്ടായിരുന്നു, പിന്നെ ഓഫീസിലേക്ക് എത്തി. അപ്പൊ ഇത്രയും ഡിസ്റ്റൻസ്, ഇത്രയും ദൂരമാണ് ഞാൻ കവർ ചെയ്തിരിക്കുന്നത്. ഒരു 1 കിലോമീറ്റർ ഉണ്ട്, ഇതൊരു 500 മീറ്റർ ഉണ്ട്, ഒരു 1 കിലോമീറ്റർ ഉണ്ട്, ഒരു 500 മീറ്റർ ഉണ്ട്, 1 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ ഞാൻ എത്ര ടോട്ടൽ ലെങ്ത് ഞാൻ വന്നിട്ടുണ്ട്? 1 + 1 + 1 + ഒരു 50 + 0.5 + 0.5 ടോട്ടലി ഞാൻ 4 കിലോമീറ്റർ ആണ് സഞ്ചരിക്കുന്നത് അല്ലെ. സോ 4 കിലോമീറ്റർ സഞ്ചരിച്ചെന്ന് പറയുന്ന പേരാണ് ഡിസ്റ്റൻസ് എന്നുള്ളത്. ടോട്ടൽ ലെങ്ത് ഓഫ് ദ പാത്ത്, ഈ ഒരു പാത്തിന്റെ മൊത്തം ലെങ്തിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാര്യം ക്ലിയർ അല്ലേ? സോ ഡിസ്റ്റൻസ് നമുക്ക് വളവും തിരിവും എല്ലാം കൺസിഡർ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെന്റിനോട് കൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരും ഒന്ന് ക്ലിയർ ആവുന്നത്. ഓക്കെ, സോ ഈ ഒരു സംഭവം തന്നെ സെയിം ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇവിടേക്ക് വരുന്നതാണ്. സോ ആ ഒരു വളവും തിരിവും ഒക്കെ കൺസിഡർ ചെയ്താണ് വരുന്നത്. പക്ഷെ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഞാൻ ഈ ഒരു ഡിസ്റ്റൻസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കൂട്ടണ്ട. ഈ 2 പോയിന്റ് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് മാത്രം എടുത്താൽ മതി. അതായത് ഈ ഒരു ഡിസ്റ്റൻസ്, അത് മേ ബി ഒരു 3 കിലോമീറ്റർ കൂടിക്കോ. സോ 3 കിലോമീറ്റർ ആയിരിക്കും ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് വരുന്നത്. കാരണം ഡിസ്പ്ലേസ്മെന്റ് പറയുന്നത് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇനീഷ്യൽ പോയിന്റ് ആൻഡ് ദ ഫൈനൽ പോയിന്റ് ആണ്. ഓക്കെ, ഇതാണ് ഇനീഷ്യൽ പോയിന്റ് വരുന്നത്, ഇതാണ് ഫൈനൽ പോയിന്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. സോ ഡിസ്റ്റൻസ് എന്നുള്ളത് മൊത്തം പാത്ത് നമ്മൾ കവർ ചെയ്തിട്ട് അത് എത്രയാണെന്നുള്ള ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളത് നമ്മളൊരു പാത്ത് നിന്ന് ഒരു ഇനീഷ്യൽ പോയിന്റ് നിന്ന് മറ്റേ ഫൈനൽ പോയിന്റിലേക്ക് എത്തി അത് തമ്മിലുള്ള ടോട്ടൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. സോ ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എൻ്റെ XY കോർഡിനേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇത് X ആണ്, ഇത് Y ആണ്. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ സിക്സ് ആക്കി ഇങ്ങനെ പോയിക്കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ മൊത്തം ഡിസ്റ്റൻസ്, ഈ ഒരു മൊത്തം പാത്ത് നമ്മൾ കവർ ചെയ്തിട്ട് അത് എത്രയാണോ മൂവ് ചെയ്തിരിക്കുന്ന സാധനം അതായിരിക്കും ഡിസ്റ്റൻസ് എന്നുള്ളത്. ഇനിയിപ്പോൾ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എടുത്തു കഴിഞ്ഞാലോ ഇതായിരിക്കും, ഈ ലൈൻ ആയിരിക്കും ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ. സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്ത കൺസെപ്റ്റ് ആയിട്ടുള്ള സ്പീഡും വെലോസിറ്റിയിലും നോക്കാം. അപ്പോൾ സ്പീഡ് നിങ്ങൾക്ക് വളരെ പരിചയമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിരിക്കും. കാരണം വണ്ടികളിൽ നമുക്ക് സ്പീഡോമീറ്റർ ഉണ്ട്. സ്പീഡോമീറ്ററിൽ എത്രയാണ് സ്പീഡ്, വണ്ടിയുടെ സ്പീഡ് എത്ര അവിടെ കാണിക്കുന്നത്. സോ സ്പീഡ് എന്നുള്ളത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്ട് പെർ യൂണിറ്റ് ടൈം ഈസ് കോൾഡ് സ്പീഡ് ഓഫ് ദ ഒബ്ജക്ട് എന്നുള്ളത്. ഒരു വണ്ടി ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ഒരു സെക്കൻഡിൽ എത്ര, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് അല്ല, വണ്ടികൾ കാണിക്കുന്നത് km/h ആണ്. ഒരു ഹവറിൽ എത്ര കിലോമീറ്റർ ആണ് സഞ്ചരിക്കുന്നത് അതിനെയാണ് നമ്മൾ സ്പീഡായിട്ട് ഇവിടെ കാണിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് m/s പറയാം. ഒരു സെക്കൻഡിൽ എത്ര മീറ്റർ ആയിരിക്കും വണ്ടി അവിടെ സഞ്ചരിക്കുന്നത്, അതിനെ നമ്മൾ സ്പീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ വെലോസിറ്റി എടുത്തു കഴിഞ്ഞാൽ എന്താ? ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എൻ ഒബ്ജക്ട് പെർ യൂണിറ്റ് ടൈം ഈസ് കോൾഡ് വെലോസിറ്റി. ഓക്കെ, നമ്മൾ സ്പീഡിൽ എടുത്തിരിക്കുന്ന ഡിസ്റ്റൻസ് ആയിരുന്നു, പക്ഷെ വെലോസിറ്റിയിൽ എടുക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്. രണ്ടിന്റെ കാര്യങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഒരു ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് പെർ യൂണിറ്റ് ടൈം ആണ് ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ?
ഓക്കെ, നമുക്ക് അടുത്ത് വരുന്നത് ആക്സലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ എന്നാണ്. സോ ആക്സലറേഷൻ നിങ്ങൾക്ക് റിയൽ ലൈഫിൽ വളരെ അനുഭവിച്ചുള്ള ഒരു കാര്യമാണ്. നമ്മൾ വണ്ടിയിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ചാട്ടം, അതായത് വണ്ടി പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് ബാക്കിലേക്ക് ആയിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ലേ, അതിനെ നമ്മൾ ഇനേഷ്യ എന്ന് പറയുന്നത്. നമ്മൾ ഇനേഷ്യ കാരണമാണ് നമുക്കൊരു പെട്ടെന്ന് ഒരു ബാക്കിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആ ഇനേഷ്യ ഉണ്ടാവാനുള്ള കാരണം എന്നുള്ള ആക്സലറേഷൻ ആണ്. അതുപോലെ വണ്ടി നിർത്തുന്ന സമയത്തും നമ്മൾ മുന്നിലോട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്, അതിനും കാരണം റിട്ടാർഡേഷൻ ആണ്. റിട്ടാർഡേഷനിൽ നമ്മൾ ഡിസലറേഷൻ എന്ന് പറയും. ഈ രണ്ട് ആക്സലറേഷനും ഡിസലറേഷൻ കാരണമാണ് അങ്ങനെ ഒരു ഇനേഷ്യ അവിടെ ജനറേറ്റ് ചെയ്യാനോ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള കാരണം ഉണ്ടായിട്ടുള്ളത്. സോ ആക്സലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി പെർ യൂണിറ്റ് ടൈം ഈസ് കോൾഡ് ആക്സലറേഷൻ എന്ന് പറയുന്നത്. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്നുള്ളത് ഇനീഷ്യൽ വെലോസിറ്റി V0 എന്ന് കൂട്ടാം, ഫൈനൽ വെലോസിറ്റി എന്നുള്ളത് V0 ആണ്, ഫൈനൽ വെലോസിറ്റി എന്നുള്ളത് V1 ആണെങ്കിൽ അവിടെ ആക്സിലറേഷൻ കാണാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് V1 - V0 ഡിവൈഡ് ബൈ ഇനീഷ്യൽ ടൈം T1 ആണ്, ഫൈനൽ ടൈം T2 ആണെങ്കിൽ T2 - T1. ഓക്കെ, ഇതിന് നമുക്ക് ഡെൽറ്റ V ഡിവൈഡ് ബൈ ഡെൽറ്റ T എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, മനസ്സിലായില്ലേ? സെയിം ഇക്വേഷൻ നമുക്ക് റിട്ടാർഡേഷൻ വരുന്നത്. പക്ഷെ റിട്ടാർഡേഷൻ വരുന്ന സമയത്ത് ഇത് നെഗറ്റീവ് ആക്സലറേഷൻ ആണ്. ഓക്കെ, റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ഡിസലറേഷൻ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. സോ ഇവിടെ നമ്മൾ V1 - V0 ഡിവൈഡ് ബൈ T2 - T1 ആയിരിക്കും. പക്ഷെ ഇവിടെ ആൻസർ വരുന്നത് നെഗറ്റീവിലായിരിക്കും. കാരണം എന്താ, നമ്മൾ സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റ് ആയിരുന്നു. ആ ഒബ്ജക്റ്റ് നമ്മൾ 0ലേക്ക് അല്ലെങ്കിൽ ഒരു സ്പീഡ് കുറച്ചും കണ്ട് കൊണ്ടുപോകുന്നതാണ്. സോ അങ്ങനെ വരുന്ന സമയത്ത് ഇനീഷ്യൽ സ്പീഡ് ആയിരിക്കും കൂടുതൽ, ഫൈനൽ സ്പീഡ് കുറവായിരിക്കും. സോ ഫൈനൽ ആൻസർ ബിക്കം നെഗറ്റീവ് ആയിരിക്കും. സോ V1 - V0 ഡിവൈഡ് ബൈ T2 - T1. സോ ഇവിടെ നമുക്ക് V1 ഗ്രേറ്റർ ദാൻ V0 ആയിരിക്കും അല്ലേ. സോ ഇവിടെ നമുക്ക് V1 ലെസ് ദാൻ V0 ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് റിട്ടാർഡേഷൻ എപ്പോഴും ഡിസലറേഷൻ എപ്പോഴും നെഗറ്റീവ് വാല്യൂ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത് അല്ലേ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് ഒബ്ജക്റ്റ് ഈസ് കോൾഡ്. ഓക്കെ, നിങ്ങൾ തന്നെ ആൻസർ കണ്ടെത്തിക്കോളാം. ഇതിൽ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ് ടെമ്പറേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഇലക്ട്രോണിക്സ് നിങ്ങൾക്ക് അറിയാം. ഇതിൽ ആൻസർ ചെയ്യുന്നത് എന്താ? ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് ഇഫ് എ പേഴ്സൺ ഈസ് സിറ്റിംഗ് ഓൺ എ ചെയർ ഫോർ 1 hour then what is the state of that person during that 1 hour? ഒരു ഒബ്ജക്റ്റിന്റെ രണ്ട് സ്റ്റേറ്റ് എന്തൊക്കെയാണ്? നമുക്ക് റെസ്റ്റും ഉണ്ട്, അതുപോലെ മോഷനും ഉണ്ട്. സോ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് ഏതൊക്കെയുള്ളത്? മോഷൻ ഉണ്ട്, വൈബ്രേഷൻ ഉണ്ട്, റെസ്റ്റ് ഉണ്ട്, സർക്കിൾ ഉണ്ട്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഒരു പേഴ്സൺ ഒരു മണിക്കൂറായിട്ട് ഒരു ചെയറിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെയാണെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിന്റെ ആ ഒരു പേഴ്സണിന്റെ സ്റ്റേറ്റ് എന്താന്നുള്ള കാര്യം ചോദിക്കുന്നത്. എന്താ വരുന്നത്? റെസ്റ്റിലാണ് അല്ലെ, മോഷനിലല്ലോ, വൈബ്രേഷനിലല്ലോ, സർക്കുലറിലല്ലോ, റെസ്റ്റിലാണ്. ഓപ്ഷൻ സിക്കുള്ള ആൻസർ ആണ് വന്നിരിക്കുന്നത് അല്ലെ. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത്, ഓക്കെ, ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. എ പേഴ്സൺ സ്റ്റാൻഡിങ് അറ്റ് ഗ്രൗണ്ട് ഓൺ എർത്ത് വിത്ത് റെസ്പെക്ട് ടു മാസ് ഇറ്റ് ഈസ് ഇൻ. അപ്പൊ നിങ്ങൾ നേരത്തെ അതേ ചോദ്യം തന്നെയാണ്, പക്ഷെ ഇവിടെ കുറച്ച് ഡിഫറൻറ്റ് ഉണ്ട്. കാരണം നേരത്തെ തന്നിരിക്കുന്നത് അവിടെ നിന്നിട്ട് തന്നെയായിരുന്നു അയാളെ നോക്കിയത്. സോ ഇവിടെ വരുന്നത് മാഴ്സിൽ നിന്നുകൊണ്ട്, അതായത് അയാൾ നിൽക്കുന്നത് ഭൂമിയിലെ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് അല്ലെ, പക്ഷെ അയാളെ നോക്കുന്ന എവിടെയാ? ഇവിടെ ചന്ദ്രൻ ഉണ്ട്, ചന്ദ്രൻ കഴിഞ്ഞിട്ട് മാഴ്സ് ഉണ്ട്. ഇത് എർത്താണ്, നമുക്ക് ചന്ദ്രനെ ഒഴിവാക്കാം, ചന്ദ്രൻ വേണം. ഓക്കെ, ഇത് മാഴ്സ് ഉണ്ട്. ഓക്കെ, മാഴ്സിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഈ ഒരു വ്യക്തി മൂവിങ് ആണോ, അയാളുടെ സ്റ്റേറ്റ് എന്താണെന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. സോ നമുക്ക് ഓപ്ഷൻസ് എന്തൊക്കെയുള്ളത്? മോഷൻ ഉണ്ട്, റെസ്റ്റ് ഉണ്ട്, ഓസിലേഷൻ ഉണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ നേരത്തെ ചെയ്ത പോലുള്ള ഒരു ചിന്തയാണ് നിങ്ങൾക്കുണ്ടെങ്കിൽ റെസ്റ്റിലായിരിക്കും. കാരണം തന്നിരിക്കുന്നത് എന്താ? പേഴ്സൺ സ്റ്റാൻഡിങ് എന്നുള്ളത്. സോ അങ്ങനെയാണ് വരുന്നത് അല്ല. കാരണം മാഴ്സ് നോക്കുന്ന സമയത്ത് എന്താ? ഭൂമി ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്, സ്വയം ചുറ്റുന്നുണ്ട്, സ്വയം ചുറ്റുന്നുണ്ട്, അതുപോലെ സൂര്യനെ വലം വെക്കുന്നുണ്ട്. സോ ഭൂമി എന്നുള്ള കാര്യം അവിടെ മോഷനിലാണ്. സോ ഭൂമിയിൽ നിൽക്കുന്ന ഒരാളും എന്താ? മോഷനിലായിരിക്കും അല്ലേ മാഴ്സിൽ നോക്കുന്ന സമയത്ത്. സോ ഇവിടെ ആൻസർ എന്താ വരിക? ഇവിടെ മോഷൻ, ഓപ്ഷൻ എ മോഷനിലാണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് അല്ലേ. സോ ആ ഒരു കാര്യം ഇവിടെ ക്ലിയർ ആയിരിക്കും. നിങ്ങൾ കൺസെപ്റ്റ് പഠിച്ചാൽ മാത്രം പോരാ, നിങ്ങൾക്ക് ഇവിടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം കൂടി അപ്ലൈ ചെയ്താൽ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള ആൻസറിലേക്ക് വരത്തുള്ളൂ അല്ലേ. സോ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. റെസ്റ്റ് അല്ല, ഓസിലേഷൻ, നൺ ഓഫ് ദീസ് അല്ല. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ ബില്ലിയാർഡ് ബോൾ മൂവിംഗ് ഓവർ ദ ബില്ലിയാർഡ് ടേബിൾ ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. നിങ്ങൾ ബില്ലിയാർഡ് ബോൾ കണ്ടില്ലെങ്കിൽ അവിടെ മുകളിൽ കൊടുത്തേക്കാം എങ്ങനെയാണെന്നുള്ളത്. സോ ഇറ്റ്സ് എക്സാമ്പിൾ ഓഫ് മോഷൻ ഇൻ സ്ട്രേറ്റ് ലൈൻ, മോഷൻ പ്ലെയിൻ, മോഷൻ ഇൻ സ്പേസ്, നൺ ഓഫ് ദ എബോവ്. ഏതാ കറക്റ്റ് ആൻസർ വരുന്നത്? മോഷന്റെ പ്ലെയിൻ ആണ് ഇവിടെ ആൻസർ വരുന്നത്. നേരത്തെ നമ്മൾ ഫുട്ബോളിലെ കാര്യം പറഞ്ഞല്ലേ, സെയിം കൺസെപ്റ്റിനെ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ വലിയ രണ്ട് ലൈൻ ഉണ്ടെങ്കിൽ ചെറിയ രണ്ട് ലൈൻ ഉണ്ട്, അതിലൂടെ മൂവ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് മോഷന്റെ പ്ലെയിനിലാണ് വരുന്നത്. സോ ഓപ്ഷൻ ബി ഈക്വൽ ദ കറക്റ്റ് ആൻസർ അല്ലേ. ഓക്കെ, സോ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് an object travels 50 meter in 2 seconds then another 50 meter in 3 seconds. What is the total distance covered by the object? ഓക്കെ, ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്നുണ്ട്. ആ ഒബ്ജക്റ്റ് ആദ്യത്തെ 50 മീറ്റർ
ഇവിടെ നിന്ന് ഒരു ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 സെക്കൻഡ് കൊണ്ട് 50 മീറ്റർ കവർ ചെയ്തു അല്ലേ. സോ അടുത്ത അനദർ 50 മീറ്റർ കവർ ചെയ്യാനായിട്ട് 3 സെക്കൻഡ് എടുത്തു. ഇത് 50 മീറ്റർ എടുത്തു, 3 സെക്കൻഡ് എടുത്തത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം എന്താ, വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ഒബ്ജക്റ്റ് അവിടെ തന്നിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. 50 മീറ്റർ ആഡ് ചെയ്ത് നമുക്ക് ടോട്ടൽ ആ ഒരു ഒബ്ജക്റ്റ് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന കാര്യം കിട്ടുമല്ലേ. സോ 50 + 50 30 മീറ്റർ അവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് ഈ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്തിരുന്നത്. സോ ആൻസർ ബി ഇസ് ദ കറക്റ്റ് ആൻസർ വരുന്നത് അല്ലേ. ഓക്കെ, ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും ചോദിക്കുന്നത്. ഇക്വേഷൻസ് കുറച്ച് വരുന്നുണ്ടെങ്കിൽ പോലും ഇക്വേഷൻ വൈസ് അധികം ചോദിച്ച് കണ്ടില്ല. സോ നിങ്ങൾ ഈ ഒരു കൺസെപ്റ്റ് മാത്രം ക്ലിയർ ആക്കി വെച്ചാൽ മതി. സോ ആറാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ എ ബോഡി കനോട്ട് ബി പോസിറ്റീവ് നെഗറ്റീവ് സീറോ ബോത്ത് ബി ആൻഡ് സി. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഒരു ഡിസ്റ്റൻസ് നമുക്ക് പോസിറ്റീവ് ആവാൻ പറ്റുമല്ലേ? നെഗറ്റീവ് ആവാൻ പറ്റുമോ? ഇല്ല. ഡിസ്റ്റൻസ് നെഗറ്റീവ് എങ്ങനെ ആവുക? ഡിസ്റ്റൻസ് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ് ഒരു പോയിന്റ് നിന്ന് മറ്റേ പോയിന്റിലേക്കുള്ള എത്രയാണ് നീളം എന്നുള്ളതാണ്. നീളം എപ്പോഴും നെഗറ്റീവ് ആയിരിക്കില്ലല്ലോ. സോ ഡിസ്റ്റൻസ് ഒരിക്കലും നമുക്ക് നെഗറ്റീവ് ആവില്ല. അതുപോലെ സീറോ ആയിരിക്കില്ല. സീറോ ആയിക്കഴിഞ്ഞാൽ എന്താ, അത് സ്റ്റാൻഡ് സ്റ്റിലാണ്, റെസ്റ്റിലുള്ള ഒരു വസ്തുവിന് നമുക്ക് ഡിസ്റ്റൻസ് ഇല്ല. സോ ഇവിടെ ആൻസർ വരുന്നത് ബോത്ത് ബി ആൻഡ് സി ആണ്. നമുക്ക് തന്നിരിക്കുന്ന ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ബോഡി കനോട്ട് ബി ആണ്. ഓക്കെ, കനോട്ട് ബി ആവുന്ന സമയത്ത് ഏതൊക്കെയാണ് നമുക്ക് ഡിസ്റ്റൻസ് ആവാത്ത ചാൻസ് ഉള്ളതാണ്. സോ നെഗറ്റീവ് ആവില്ല, അതുപോലെ സീറോ ആവുന്നില്ല. നിങ്ങൾ ഓർത്തിരിക്കുക, ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ ആൻസർ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇറ്റ് ഷുഡ് നോട്ട് ബി നെഗറ്റീവ് ഓർ സീറോ. Okay, so അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് an insect starts moving on a ring from a point A and after 10 seconds it's completed circle and reaches at A. Then displacement covered by the insect is 0, pi r, 2 pi r, 10 of these. Okay, ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഒരു ഇൻസെക്ട് ഉണ്ടായിരുന്നു. ആ ഇൻസെക്ട് ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ച് അവിടെ തന്നെ എത്തി അല്ലേ. 10 സെക്കൻഡ് എടുത്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, 10 സെക്കൻഡ് എടുത്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ പോയിന്റ് തിരിച്ചെത്തിയിട്ട് എയിലേക്ക് തന്നെ തിരിച്ചെത്തി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഡിസ്പ്ലേസ്മെന്റ് എന്താ കൺസെപ്റ്റ് എന്ത് വരുന്നത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റ് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ. സോ ഇവിടുത്തെ ഷോർട്ടസ്റ്റ് ഡിസ്പ്ലേസ്മെന്റ് എന്താ? എന്ന് സ്റ്റാർട്ട് ചെയ്ത് എ തന്നെയല്ലേ തിരിച്ചെത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, സീറോയിൽ വരുന്നത്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. പൈ ആർ എന്നുള്ളത് ഇതിന്റെ ഹാഫ് സെമീസ് ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. പൈ ആർ എന്നുള്ളത് 2 പൈ ആർ എന്നുള്ള എത്ര ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരുന്നെങ്കിൽ 2 പൈ ആർ നമുക്ക് ആൻസർ പറയായിരുന്നു. പക്ഷെ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ആണ് ചോദിച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ സീറോ ആണ് ആൻസർ വരുന്നത് അല്ലേ. ഡിസ്പ്ലേസ്മെന്റ് ബിക്കം ഇനീഷ്യൽ പോയിന്റ് മുതൽ ഫൈനൽ പോയിന്റിലെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. ഇവിടെ രണ്ടും സെയിം എയിലേക്ക് തന്നെ തിരിച്ചെത്തിയോണ്ട് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് സീറോ ആണ്. ഓക്കെ, മനസ്സിലായില്ലേ കൺസെപ്റ്റ് എന്താണെന്നുള്ളത്? ഓക്കെ മക്കൾ, അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ ബി 0, പോസിറ്റീവ്, നെഗറ്റീവ്, ഓൾ ഓഫ് ദീസ്. ഓക്കെ, നമുക്ക് ഓൾറെഡി നമ്മൾ നേരത്തെ കണ്ടു ഡിസ്പ്ലേസ്മെന്റ് 0 വാല്യൂ വരാം. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് വാല്യൂ വരാം, അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് വാല്യൂ വരാം. സോ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ആൻസർ വരുന്നത് എന്താ? ആൻസർ വരുന്നത് ഓൾ ഓഫ് ദീസ് ആണ്. ഓക്കെ, ഡിസ്റ്റൻസ് നമുക്ക് പോസിറ്റീവ് വാല്യൂ മാത്രമേ വരാൻ പാടുള്ളൂ. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് എല്ലാ വാല്യൂസും വരാം. പോസിറ്റീവ് വരാം, നെഗറ്റീവ് വരാം, സീറോ വരാം. സോ ആൻസർ ഈസ് ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ചേഞ്ച് ഇൻ പൊസിഷൻ ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് ഈസ് കോൾഡ് എന്താ വരുന്നത്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. കാരണം ആക്സലറേഷൻ എന്നുള്ളത് അതിന്റെ എന്താണ് ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. വെലോസിറ്റി എന്നുള്ളത് ചേഞ്ച് ഇൻ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ വരുന്നത്. ചേഞ്ച് ഇൻ പൊസിഷൻ ഇൻ പെർട്ടിക്കുലർ ഡയറക്ഷൻ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The distance traveled and the magnitude of displacement are equal when body moves in. ഓക്കെ, ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. സോ ഓക്കെ, നമുക്ക് സ്ട്രൈറ്റ് ലൈൻ ഒഴിവാക്കിയിട്ട് ആദ്യം പ്രൊജക്ടൈൽ മോഷൻ നോക്കാം. സോ പ്രൊജക്ടൈൽ മോഷൻ വരുന്നത് ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ മുകളിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന ഒരു ആർക്കിന് നമ്മൾ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയും. ഒരു കല്ല് മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കും താഴേക്ക് വരുന്നത്. സോ ആ ഒരു മോഷൻ നമ്മൾ പറയുന്ന പേരാണ് പ്രൊജക്ടൈൽ മോഷൻ ഉള്ളത്. സോ പ്രൊജക്ടൈൽ മോഷൻ ഇനീഷ്യൽ പോയിന്റ് ഇതാണ്, അതുപോലെ ഫൈനൽ പോയിന്റ് ഇതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു കല്ലെടുത്ത് കഴിഞ്ഞാൽ അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്നുള്ളത് ഇതായിരിക്കും. ഇതായിരിക്കും ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് അല്ല. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് എടുത്തു കഴിഞ്ഞാലോ ഇതായിരിക്കും ഡിസ്പ്ലേസ്മെന്റ് വരുന്നത് അല്ലേ. സോ ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് ഇവിടെ ഈക്വൽ അല്ല പ്രൊജക്ടൈൽ മോഷനിൽ വരുന്ന സമയത്ത് അല്ലേ. ഓക്കെ, ഇനി സ്ക്വയർ എടുത്തു കഴിഞ്ഞാലോ ഇതാണ് ഒരു സ്ക്വയർ വരുന്നത്. സ്ക്വയറിന് ഇവിടെ ഇതാണ് ഇനീഷ്യൽ പോയിന്റ് വരുന്നത്, ഇതാണ് ഫൈനൽ പോയിന്റ് വരുന്നത്. ഇങ്ങനെ വരച്ച് ഇങ്ങനെയാണ് വരച്ച് വരുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റ് ഇതാണ്. സോ ഇതിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് എത്രയാണ്? 1, 2, 3, 4 4A ഉണ്ട് അല്ലേ. 4A.
സോ ടോട്ടൽ ഡിസ്റ്റൻസ് എന്നുള്ളത് 4a ആയിരിക്കും, അതിന്റെ പെരിമീറ്റർ ആയിരിക്കും ടോട്ടൽ ഡിസ്റ്റൻസ് വരുന്നത്. പക്ഷേ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എടുത്ത് നോക്കിയാൽ ഡിസ്പ്ലേസ്മെന്റ് എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ 0 വരുന്നത്, കാരണം ഇനീഷ്യൽ പോയിന്റ് തന്നെയാണ് ഫൈനൽ പോയിന്റ് ആയിട്ട് ഇവിടെ എത്തുന്നത്. സോ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു 0 വരും. സോ നമ്മുടെ ഇവിടെ ഈക്വാലിറ്റി അല്ല, അതായത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ ഈക്വൽ അല്ല വരുന്നത് ഇൻ കേസ് ഓഫ് ദ സ്ക്വയറിന്റെ കേസിൽ. ഇനി നമുക്ക് സർക്കിൾ നോക്കാം. ഓക്കെ, സർക്കിൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഫൈനൽ ഈ ഒരു പോയിന്റിലേക്ക് എ എന്നുള്ള പോയിന്റിലേക്ക് തിരിച്ചെത്തി. സോ ഇവിടെ ട്രാവൽ ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് എന്നുള്ളത് 2πr ആയിരിക്കും, അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളത് 0 ആയിരിക്കും. സ്റ്റാർട്ട് ചെയ്ത പൊസിഷൻ തന്നെയാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. സോ ഡിസ്റ്റൻസ് നോട്ട് ഈക്വൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റത്തെ ഓപ്ഷനായ സ്ട്രേറ്റ് ലൈൻ എടുത്ത് നോക്കാം. സ്ട്രേറ്റ് ലൈൻ നമുക്ക് ഇവിടുന്ന് എ എന്നുള്ള പോയിന്റ് ആണ്, അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് ബി എന്നുള്ള പോയിന്റിലേക്ക് എത്തി. ഓക്കെ, സോ ഇനീഷ്യൽ പോയിന്റ് ഈക്വൽ എ ആൻഡ് ഫൈനൽ പോയിന്റ് ഈക്വൽ ബി. അങ്ങനെ അവിടെ ഡിസ്റ്റൻസ് എത്ര വരുന്നത്? ഡിസ്റ്റൻസ് ഈക്വൽ ടു എ, ഈ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ആ ഒരു ലെങ്ത് ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഡിസ്പ്ലേസ്മെന്റ് വരുന്നത് ഡിസ്പ്ലേസ്മെന്റ് സെയിം ആയിരിക്കും, കാരണം ഫൈനൽ പോയിന്റും സ്റ്റാർട്ടിംഗ് പോയിന്റും ഫൈനൽ പോയിന്റും ഒരു എന്നുള്ള ഡിസ്റ്റൻസ് അപ്പാർട്ടാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സെയിം ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് സെയിം ഡിസ്റ്റൻസ് ആണ് വരുന്നത് അല്ലേ. സോ ഓക്കെ, ഓപ്ഷൻ എ സ്ട്രേറ്റ് ലൈൻ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, the distance traveled and the magnitude of displacement are equal when the body moves in straight line ആയിരിക്കും ഓപ്ഷൻ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സ്പീഡ് ഓഫ് എൻ ഒബ്ജക്ട് ക്യാൻ ഓൾവേസ് ബി, സ്പീഡ് ഓഫ് എൻ ഒബ്ജക്ട് ക്യാൻ ഓൾവേസ് ബി. എന്താ ആൻസർ വരുന്നത്? 0 ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കുമോ? കാരണം നിങ്ങൾ സ്പീഡോമീറ്ററിൽ 0 എന്നുള്ള സ്റ്റേറ്റിലാണെങ്കിൽ വണ്ടി മൂവ് ചെയ്യുന്നില്ല, അവിടെ സ്പീഡ് ഇല്ല, നെഗറ്റീവ് ആയിരിക്കും. നിങ്ങൾ സ്പീഡോമീറ്ററിൽ നെഗറ്റീവ് കണ്ടിട്ടില്ലല്ലോ, സോ അവിടെ നെഗറ്റീവ് വരാനുള്ള ചാൻസ് ഇല്ല. 1 ആയിരിക്കും, 1 എപ്പോഴും അങ്ങനെ പോസിബിൾ അല്ലല്ലോ, അത് മാറിക്കൊണ്ടിരിക്കുന്നത്. സോ ആൻസർ വരുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. സ്പീഡ് ഓഫ് എൻ ഒബ്ജക്ട് ക്യാൻ ഓൾവേസ് ബി പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമുക്ക് 1-2 കൺസെപ്റ്റ് കൂടി മനസ്സിലാകേണ്ടത് യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം മോഷൻ എന്നുള്ളത്. ഇഫ് എൻ ഒബ്ജക്ട് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം വെൻ മോഷൻ ഈസ് സെഡ് ടു ബി യൂണിഫോം മോഷൻ എന്നുള്ളത്. അതായത് ഒരു ഒബ്ജക്റ്റ് എ എന്ന് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് ബിയിലേക്ക് എത്തി. ഓക്കെ, എന്നിട്ട് ആ ബി എന്ന് സിയിലേക്ക് വീണ്ടും മൂവ് ചെയ്തു. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് എന്നുള്ളത് എ ആണ്, ഈ ഒരു ഡിസ്റ്റൻസ് എന്നുള്ളത് ബി ആണ്. അപ്പം എ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തെടുക്കുക എന്നുള്ള ടൈം T1 ആണെങ്കിൽ ബി എന്നുള്ള ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് എടുക്കുന്ന ടൈമും T1 ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഒരു മോഷൻ നമ്മൾ പറയുന്ന പേരാണ് യൂണിഫോം മോഷൻ എന്നുള്ളത്. ഓക്കെ, മനസ്സിലായോ? ഈ ഡിസ്റ്റൻസ് എന്നുള്ളത് എ ആണ്, അതുപോലെ ഈ ബി എന്നുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എ ഈക്വൽ ടു ബി ആണ്. ഓക്കെ, എ എന്നുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണ്, ബി എന്നുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ T1 ഈക്വൽ ആണ്, അതുപോലെ ഇപ്പൊ ഈ ബി എന്ന് സിയിലേക്ക് എന്നുള്ള ടൈം ഈക്വൽ ആണെങ്കിൽ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് യൂണിഫോം മോഷൻ എന്നുള്ളത്. ഓക്കെ, അങ്ങനെ അല്ലെങ്കിൽ എന്ത് പറയും? നോൺ യൂണിഫോം മോഷൻ എന്ന് പറയും. ഇഫ് എൻ ഒബ്ജക്ട് കവേഴ്സ് ആൻ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഡിഫറെന്റ് ഇന്റർവൽ ഓഫ് ടൈം ദെൻ ഇറ്റ്സ് മോഷൻ ഈസ് സെഡ് ടു ബി നോൺ യൂണിഫോം മോഷൻ. അതായത് ഇവിടെ T1 എടുത്തു, അടുത്ത് T2 എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ നോൺ യൂണിഫോം മോഷനിലാണെന്ന് പറയും. ഓക്കെ, സോ അത് വെച്ചൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എൻ ഒബ്ജക്ട് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം ദെൻ ഇറ്റ്സ് സെഡ് ടു ബി എന്താ പറയാ? യൂണിഫോം മോഷനിലാണ് പറയും അല്ലേ. ഓക്കെ മക്കളെ, ഇപ്പൊ ഇങ്ങനെ കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കാറുള്ളൂ അല്ലേ. സോ നമുക്ക് ഇനി കുറച്ചധികം കൺസെപ്റ്റ് പഠിക്കാനുണ്ട്. അതായത് യൂണിഫോം മോഷൻ പഠിക്കാനുണ്ട്, ഇക്വേഷൻസ് ഓഫ് മോഷൻ പഠിക്കാനുണ്ട്, മൊമെന്റം പഠിക്കാനുണ്ട്, ടോർക്ക് പഠിക്കാനുണ്ട്, ഇങ്ങനത്തെ കുറച്ച് കൺസെപ്റ്റ് കൂടി പഠിക്കാനുണ്ട്. ഇതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പഠിക്കാം അല്ലേ. എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കേണ്ട, പതുക്കെ പതുക്കെ പഠിച്ചു പോകാം. ഓക്കെ അല്ലേ? അപ്പൊ ശരി എന്നാൽ.